Hello, here I will show you what are the data required to be filled the pre-qualifier for NBA accreditation in online. Okay, so നമ്മൾ ഓൺലൈനിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രീ ക്വാളിഫയർ കൊടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ പേജ് ലൈക്ക് ദിസ് ആഫ്റ്റർ യു ലോഗിൻ വൺ indication will be coming to fill up the pre-qualifier. So one temporary registration ID will be generated. That application ID is actually showing here 504. This is our application ID. Okay, so ഇത് ഓരോ തവണ ടെമ്പററി രജിസ്ട്രേഷൻ നമ്മൾ എടുക്കുമ്പോഴും ഒരു ടെമ്പററി ഐ ഡി ആണ് ക്രിയേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പ്രൊസീഡ് ടു പ്രീ ക്വാളിഫയേഴ്സ് കൊടുക്കുക. അപ്പോൾ പ്രൊസീഡ് ടു പ്രീ ക്വാളിഫയർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് കിട്ടുക. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് ആൻഡ് ഡ്രാഫ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻഫർമേഷൻസ് സേവ് ചെയ്ത് വെക്കാം. ഫൈനൽ സബ്മിറ്റ് പിന്നെ കൊടുത്താൽ മതി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സേവ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, എംടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എൻറ്റർ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫസ്റ്റ് ഇതാണ്. പ്രീ ക്വാളിഫയറിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് എൻറ്റർ ചെയ്യേണ്ടത്. ഒന്ന് പ്രോഗ്രാം സ്പെസിഫിക് ഇൻഫർമേഷൻ, പിന്നെ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ഇൻഫർമേഷൻ, ഫാക്കൽറ്റി, സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി റേഷ്യോ, പ്ലേസ്മെൻറ്റ് റേഷ്യോ, ദെൻ കംപ്ലയിൻറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ അതിൽ പ്രോഗ്രാം സ്പെസിഫിക് ഇൻഫർമേഷൻ പേജാണ് ഇത്. അപ്പോൾ പ്രോഗ്രാം സ്പെസിഫിക് ഇൻഫർമേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും. സോ യു ക്യാൻ എൻ്റർ ദ നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ നെയിം ഓഫ് ദ പ്രോഗ്രാം. നെയിം ഓഫ് ദ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിടെക്കും എംടെക്കും ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, എംടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എംടെക് 2 ഓഫർ ചെയ്യണവരാണ് അങ്ങനെ, ബിടെക് 2 പ്രോഗ്രാം ഓഫർ ചെയ്യണവരാണ് അങ്ങനെ. സോ അതുപോലെ നമ്മൾ നെയിം ഓഫ് പ്രോഗ്രാം കൊടുക്കുക. ദെൻ പ്രോഗ്രാം ഫോർ കൺസിഡറേഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഓർ നോ ആണ്. അതായത് ഇത് NBA-ക്ക് പോകുന്ന പ്രോഗ്രാം ആണോ. ചിലപ്പോൾ നമ്മൾ ബിടെക്കിന് മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ, എംടെക്കിന് പോകുന്നുണ്ടാവില്ല. സോ വി ആർ ഗിവിങ് എസ് ഓർ നോ ഓപ്ഷൻ ദയർ. പിന്നെ ലെവൽ ഏതാണെന്നുള്ളത് ചോദിക്കും. UG ആണോ PG ആണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇയർ ഓഫ് സ്റ്റാർട്ട്, ഇയർ ഓഫ് ACT അപ്രൂവൽ, ഇപ്പോൾ 2002 തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ദെൻ ഇനീഷ്യൽ ഇൻടേക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്. ഇനീഷ്യൽ ഇൻടേക്ക് 60 ആയിരുന്നെങ്കിൽ 60 എന്ന് കൊടുക്കുക. ദെൻ ഇൻക്രീസ് ഇൻ ഡിക്രീസ് ഇൻ ഇൻടേക്ക് ചോദിക്കും. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിക്രീസ് ഇൻ ഇൻടേക്ക് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ കൊടുക്കുക. ഇപ്പോൾ ഇൻക്രീസ് ഉണ്ടായിരുന്നെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് കറണ്ട് ഇൻടേക്ക് ഏതാണ് എന്നുള്ളത് കൊടുക്കുക. അതായത് ഇപ്പോൾ 60 നിന്ന് 120 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 120 ആയിട്ട് കൊടുക്കുക. ദെൻ അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ്. അപ്പോൾ ഇവിടെ അപ്ലൈയിങ് ഫസ്റ്റ് ടൈം ആണോ അതോ നോട്ട് എലിജിബിൾ ബട്ട് നോട്ട് അപ്ലൈ, നോട്ട് എലിജിബിൾ ഫോർ അക്രഡിറ്റേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്ലൈ ഫസ്റ്റ് ടൈം കൊടുക്കുക. ഓക്കെ, സോ പ്രോഗ്രാം ഡ്യൂറേഷൻ ഇപ്പോൾ 4 years ആണ്, 4 years. അതുപോലെ PG ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പ്രോഗ്രാം ഫോർ കൺസിഡറേഷൻ നോ കൊടുക്കുക. PG അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇൻക്രീസോ ഡിക്രീസ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വിൻഡോ പോപ്പപ്പ് ചെയ്യും. അതായത് അവിടെ ചോദിക്കും എത്ര, അതായത് ഈ 5 yearsനുള്ളിൽ ഇൻക്രീസ് ഡിക്രീസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് ആഡ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. ആഡ് മോർ കൊടുക്കുക. അപ്പോഴാണ് ഇത് ആക്ച്വലി സേവ് ആവുള്ളൂ. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് അപ്പോഴാണ് സേവ് ആവുള്ളൂ. എന്നിട്ട് അടുത്ത പ്രോഗ്രാം എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് മോർ ചെയ്ത് വീണ്ടും കൊടുക്കാം. അപ്പോൾ ഈ ആഡ് മോറിൽ പ്രസ് ചെയ്താലാണ് സേവ് ഓപ്ഷനിലേക്ക് പോവുള്ളൂ. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് കയറും, അതായത് സ്റ്റുഡൻറ്റ് അഡ്മിഷൻസ്. അപ്പോൾ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്ര ചോദിക്കുക. സാങ്ഷൻ ഇൻടേക്ക് ഇപ്പോൾ നമ്മൾ 2019-20 ആണ് നമ്മുടെ കറണ്ട് പ്രസൻറ്റ് ഇയർ. അപ്പോൾ 2019-20 ഇൻടേക്ക് കൊടുക്കുക, 2018-19, 2017-18. അപ്പോൾ ഈ 3 വർഷത്തെ ഇൻടേക്കുകൾ കൊടുക്കുക. അപ്പോൾ ഈ ടോട്ടൽ കോളമൊക്കെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഹിയർ. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഡ്മിറ്റഡ്, അപ്പോൾ എത്രത്തോളം സ്റ്റുഡൻസ് അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് കറസ്പോണ്ടിങ് ടു സാങ്ഷൻ ഇൻടേക്ക്. അപ്പോൾ 120-ൽ 110 അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ടോട്ടലും പെർസെൻറ്റേജും ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി കാൽക്കുലേറ്റഡ് ഹിയർ. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ നമ്പേഴ്സ് മാത്രം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റ് അഡ്മിഷൻസ് ആയി. ദെൻ ഇൻഫർമേഷൻ ഓഫ് ഫാക്കൽറ്റി. ദെൻ ഇൻഫർമേഷൻ ഓഫ് ഫാക്കൽറ്റിയിൽ ആക്ച്വലി നമ്മളോട് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. അതായത് ഫാക്കൽറ്റി ഇൻഫർമേഷനിൽ നെയിം ചോദിക്കും, യൂണിവേഴ്സിറ്റി ഡിഗ്രി, അതായത് BE-BTech ആണോ ME-MTech ആണോ, അങ്ങനെ പാൻ നമ്പർ ഉണ്ടെങ്കിൽ പാൻ നമ്പർ ചോദിക്കും, ഡേറ്റ് ഓഫ് റിസീവിങ് ഹയസ്റ്റ് ഡിഗ്രി,
ഇപ്പോൾ PhD ആണ് ഹയസ്റ്റ് ഡിഗ്രി എങ്കിൽ ഡേറ്റ് റിസീവിങ് PhD that date has to be needed. then ഏരിയ സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെയുള്ള ഏരിയ സ്പെഷ്യലൈസേഷൻ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ MTech ഇൻ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ കൊടുക്കുക. ദെൻ ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ദെൻ ഇനീഷ്യൽ ഡേറ്റ് ഓഫ് ജോയിനിങ്, അതായത് ഇനീഷ്യൽ ഡേറ്റ് ഓഫ് ജോയിനിങ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ട് പ്രൊമോട്ട് ആയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഡേറ്റ് കൂടെ നമ്മൾ കൊടുക്കണം. പിന്നെ അസോസിയേഷൻ ടൈപ്പ് റെഗുലർ ആണോ കോൺട്രാക്റ്റ് ആണോ എന്നുള്ളത് കൊടുക്കുക. ദെൻ ഈസ് ദിസ് ഫാക്കൽറ്റി HOD ആണെങ്കിൽ S കൊടുക്കുക. അറ്റ് പ്രസൻറ്റ് വർക്കിംഗ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അതും കൊടുക്കുക. ഇങ്ങനെ ഓരോ ഫാക്കൽറ്റി സേവ് ആൻഡ് ആഡ് മോർ കൊടുത്ത് ഓരോ ഫാക്കൽറ്റിയുടെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻറ്റർ ചെയ്യണം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത് CA/M1 CA/M2 ആണ് കേട്ടോ. അതായത് 2019-20 ആണെങ്കിൽ 19-20 18-19 ദെൻ 17-18 3 വർഷത്തേക്കുള്ളത് എൻ്റർ ചെയ്യാം. സോ ഇതാണ് ഇൻഫർമേഷൻ ഫാക്കൽറ്റി. ദെൻ സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി റേഷ്യോ ആണ് അടുത്തത്. സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രൈറ്റീരിയ 5 SFR ക്രിയേറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയയിലുള്ള ഡീറ്റെയിൽസ് ആണ് ആക്ച്വലി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഇങ്ങനെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഈ നമ്പർ ഓഫ് UG പ്രോഗ്രാംസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ സേവ് ചെയ്ത ഡീറ്റെയിൽസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഡിസ്പ്ലേയിങ് ഹിയർ. ദെൻ ഇയർ ഓഫ് സ്റ്റഡി ഇവിടെ ചോദിക്കും സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ. സോ ഇവിടെ കറണ്ട് ഇയർ 2019-20 2018-19 2017-18 ഡേറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഇയറിൽ സാങ്ഷൻ ഇൻടേക്ക് അതിവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19-20 സെക്കൻഡ് ഇയർ ആയവരും അതുപോലെ 19-20 തേർഡ് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് 19-20 ഫോർത്ത് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ സാങ്ഷൻ്റെ ഇൻടേക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ ആക്ച്വൽ അഡ്മിറ്റഡ് ത്രൂ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 2019-20 സെക്കൻഡ് ഇയർ ആയിട്ടുള്ള ബാച്ചിൽ എത്ര ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ 2019-20 തേർഡ് ഇയർ ആയിട്ടുള്ള ബാച്ചിൽ എത്ര ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ 2019-20 ഫോർത്ത് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിൽ എത്ര പേര് ലാറ്ററൽ എൻട്രി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്ത ഈ സബ് ഫീൽഡൊക്കെ ഓട്ടോമാറ്റിക്കലി സബ് ടോട്ടലൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേഡ് ആയിക്കോളും. ഗ്രാൻഡ് ടോട്ടലൊക്കെ അതുപോലെ തന്നെ വരും. അപ്പോൾ ഈ ടോട്ടലൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ 300 ആണെങ്കിൽ 300 ഉണ്ടാവും. കാരണം നമ്മൾ നേരത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ സാങ്ഷൻ ഇൻടേക്കിൻ്റെയൊക്കെ ടോട്ടൽ ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേഡ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഡേറ്റ നമ്മൾ ബാക്കി ഫില്ലപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ 2018-19 അപ്പോൾ 2018-19 സെക്കൻഡ് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിൽ എത്ര പേര് ലാറ്ററൽ എൻട്രി ഉണ്ടെന്നുള്ളതാണ്. ആ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 2019-20 തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ ആയിട്ടുള്ളവർ 2018-19 സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആയിരിക്കും. അതുപോലെ 2018-19 തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആയിരുന്നവർ 2017-18 ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആയിരിക്കും. അപ്പോൾ അങ്ങനെയായിരിക്കും ഡേറ്റ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 2017-18 ഡേറ്റ് വേണം. 2017-18 ആരാണോ സെക്കൻഡ് ഇയർ പഠിച്ചിരുന്ന ആൾക്കാർ അപ്പോൾ അവരെ കൂടെ അതിൽ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ 16-17 ഡേറ്റ കൂടെ നിങ്ങൾ എടുത്തു വെക്കണം. ദെൻ അപ്പോൾ ഇതും അതുപോലെ തന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ആവശ്യമുള്ളത്. ഇനി അടുത്തതുള്ളത് പ്ലേസ്മെൻറ്റ് റേഷ്യോ. പ്ലേസ്മെൻറ്റ് റേഷ്യോയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ഹയർ സ്റ്റഡീസിന് പോയവർ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇത് കണ്ടോ. ഇവിടെയും 2018-19 2017-18 2016-17 ഈ ഡേറ്റയാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം ഇത് അസസ്മെൻറ്റ് ഇയേഴ്സ് ഉള്ള ഡേറ്റയാണ് ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് 2016-17 കൂടെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇവിടെ വേണ്ടത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ് ഫോർ ഫൈനൽ ഇയർ എക്സാമിനേഷൻ. 18-19 എത്ര പേര് അപ്പിയർ ചെയ്തിട്ടുണ്ട്, 17-18 എത്ര പേര് അപ്പിയർ ചെയ്തിട്ടുണ്ട്, 16-17 എത്ര പേര് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗ്രാജുവേറ്റഡ് ഔട്ട് ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ് ഇൻ ഫൈനൽ ഇയർ എക്സാമിനേഷൻ. അപ്പോൾ അപ്പിയർഡിൽ നിന്ന് എത്ര പേര് ഗ്രാജുവേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷനാണ് ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അടുത്തത് ഇസഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് പ്ലസ് സെലക്ടഡ് ഫോർ ഹയർ സ്റ്റഡീസ് പ്ലസ് ഓപ്റ്റ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഇത് 3 കാറ്റഗറിയിലും വന്നിട്ടുള്ളവരുടെ നമ്പർ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ദെൻ പ്ലേസ്മെൻറ്റ് റേഷ്യോ Z/N എന്ന് പറയുന്നത് ഈ കോളം ഡിവൈഡഡ് ബൈ ദിസ് കോളം N എന്ന് പറയുന്നതാണ് പ്ലേസ്മെൻറ്റ് റേഷ്യോ. അത് മിക്കവാറും ഓട്ടോമാറ്റിക്കലി ഈ ഡേറ്റ നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഇത് ഡിസ്പ്ലേഡ് ആയി. ഓക്കെ. പിന്നെ ഉള്ളത് കമ്പൈലൻസ് സ്റ്റാറ്റസ്. അതിൽ ഓക്കെ ഇവിടെ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് സ്റ്റാറ്റസ് ടു പ്രീവിയസ് ക്വാളിഫയേഴ്സ് എസെൻഷ്യൽ ക്വാളിഫയേഴ്സിനൊരു ഡേറ്റ ഷീറ്റാണ് വരിക. അപ്പോൾ ഇതിൽ വിഷൻ മിഷൻ ആൻഡ് PEOs ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ചോദിക്കും. എസ് ഓർ നോ ആണെന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. അത് എസ് ആണെങ്കിൽ എസ് കൊടുക്കുക.
Then whether approval of ACT for the programs under consideration has been obtained for all the years including current year. ACT approval കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ ആണ്. അത് മിസ് ഓർന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബാക്കിയുള്ളതൊക്കെ ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷനിൽ ഒന്നാമത് പറയുന്നത് ഐ ഹിയർ ബൈ സർട്ടിഫൈ ദാറ്റ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ പ്രീ ക്വാളിഫയർ ഈസ് ട്രൂ ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. ഇതൊരു അക്നോളജ്മെൻറ്റ്, അതായത് ഇതൊരു ഡിക്ലറേഷനാണ്. അപ്പോൾ ഇത് ഇതിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്നുള്ളൊരു ഡിക്ലറേഷനാണ്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രോഗ്രാം അസസ്മെൻറ്റും ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്, അതായത് IQAC ഇതൊക്കെ ഉള്ളതാണല്ലോ കോളേജിൽ, പ്രോഗ്രാം അസസ്മെൻറ്റ് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഈ ബട്ടണിൽ, ഈ റേഡിയോ ബട്ടണിൽ. ദെൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് doesn't have program assessment and quality improvement committee as of now and I undertake that the committee will be constituted soon before filling the self assessment report. ഇപ്പോൾ നമ്മുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ്, ഇനി ഓൾറെഡി കമ്മിറ്റി ഇല്ല, SIR മുന്നേ അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കും എന്നാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ, സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യമായിരുന്നു ഇത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഓഫ് ലബോറട്ടറി കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റീസ്, ഇതിനൊക്കെയുള്ള ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഫണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ അപ്ഗ്രഡേഷൻ ഓഫ് ലബോറട്ടറി കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റീസിനൊക്കെ. അപ്പോൾ ഇവിടെയും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അതല്ല, ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഓറുണ്ട്, ഇപ്പോൾ അങ്ങനെ ഇല്ല, ഇതിന് മുന്നേ സെപ്പറേറ്റ്ലി അങ്ങനെ നമുക്കില്ല എന്നുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, അതായത് ഇനി ടേക്ക് കെയർ ചെയ്തോളാം എന്നുള്ള രീതിക്ക്. എന്നിട്ട് എഗ്രി ആൻഡ് പ്രിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫൈനലി എല്ലാം എഗ്രി ചെയ്തു എന്നുള്ള ഇതാണ്. പിന്നെ ഫൈനൽ സബ്മിറ്റ് ബട്ടണാണ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീ ക്വാളിഫയറിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഇൻഫർമേഷൻസ്. ഒന്ന് പ്രോഗ്രാം സ്പെസിഫിക് ഇൻഫർമേഷൻ, സ്റ്റുഡൻറ്റ് അഡ്മിഷൻ, ഇൻഫർമേഷൻ ഓഫ് ഫാക്കൽറ്റി, സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി റേഷ്യോ, പ്ലേസ്മെൻറ്റ് റേഷ്യോ, കംപ്ലൈൻസ് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ 2019-20 ആണ് അസസ്മെൻറ്റ് ഇയർ എങ്കിൽ, അതായത് 2019-20 ആണ് കറണ്ട് അക്കാദമിക് ഇയർ എടുക്കുന്നതെങ്കിൽ 2019-20, 18-19, 17-18 ഇത്രയും ഡേറ്റയാണ് നമുക്ക് ആവശ്യം വരിക. പിന്നെ 16-17 ബാച്ചിൽ ഡേറ്റ നമുക്ക് ആവശ്യം വരുന്നത് എത്ര സ്റ്റുഡൻസ് ഫൈനൽ ഇയർ, എത്ര സ്റ്റുഡൻസ് അപ്പിയർഡ് ആയിട്ടുണ്ട് എക്സാമിനേഷന്, പിന്നെ അവരുടെ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങളെ ആവശ്യം വരുള്ളൂ. അക്കാദമിക്, അതായത് നമ്മുടെ ഫാക്കൽറ്റി പ്രൊഫൈലിൽ നമുക്ക് ഈ 3 ഇയേഴ്സ് ആവശ്യമുള്ളൂ കേട്ടോ. അതായത് 2019-20, 18-19, 17-18 ഈ 3 ഇയർ ആവശ്യമുള്ളൂ ഫാക്കൽറ്റി ഡേറ്റ. ഓക്കെ, ദെൻ താങ്ക് യു.